ഈ തരത്തിലൊക്കെ നമുക്ക് നെഗറ്റീവ് വരാം. അത് നമ്മൾ ഈ ഒറ്റ വാക്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ദൃഷ്ടി കൊണ്ട് കാണുകയാണെങ്കിൽ പല രൂപങ്ങളാണ്, പല ഭാവങ്ങളാണ്, പല പ്രവൃത്തികളാണ് അവർക്കുള്ളത്. മനസ്സിലായോ? അവർ പല ദുഷ്ടപ്രവൃത്തികളും ചെയ്യുന്നവരാണ്, പലതും ചെയ്യിപ്പിക്കുന്നവരാണ്, പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കിക്കുന്നവരാണ്. നമ്മുടെ ജീവൻ വരെ അവർ നമ്മളെ നശിപ്പിച്ചു കളയും. അതിന് വരെ കഴിവ് അവർക്കുണ്ട്. മനസ്സിലായോ? ഏത് സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പോലെ ദേവന്മാരും അസുരന്മാരും എങ്ങനെയാണോ കോർക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കോർക്കുന്നത്. മനസ്സിലായോ? എപ്പോഴും അവർ സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘർഷത്തിൽ നെഗറ്റീവ് പരാജയപ്പെടുകയും പോസിറ്റീവ് വിജയിക്കുകയും ചെയ്യണമെങ്കിൽ എന്താവണം? നമ്മുടെ പ്രവൃത്തി നമ്മൾ നന്നാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ പ്രാർത്ഥനയാവാം, മന്ത്രങ്ങളാവാം, തന്ത്രങ്ങളാവാം, പലതും ഉപയോഗിക്കേണ്ടി വരും. പലതരത്തിലുള്ള ക്രിയകൾ ഉപയോഗിക്കേണ്ടി വരും, കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ പലർക്കും കൊടുക്കേണ്ടത് കൊടുക്കേണ്ടി വരും. ദാനധർമ്മം ചെയ്യേണ്ടി വരും, പുകയ്ക്കേണ്ടി വരും, അഗ്നിക്ക് കൊടുക്കേണ്ടി വരും.